വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ശബ്ദ തീവ്രതകളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണെന്ന് അറിയാമോ? ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ മനുഷ്യൻ്റെ ശബ്ദ തീവ്രത എത്രയാണെന്ന് അറിയാമോ? എത്രയാണ്? 60 ഡെസിബൽ മുതൽ 65 ഡെസിബൽ വരെയാണ് കേട്ടോ. 60 ഡെസിബൽ മുതൽ 65 ഡെസിബൽ വരെയാണ്. അതുപോലെ മോട്ടോർ വെഹിക്കിളിൻ്റെ ശബ്ദ തീവ്രത എത്രയാണ്? 70 ഡെസിബൽ മുതൽ ഏതാണ്ട് 80 ഡെസിബൽ വരെയൊക്കെ. അതുപോലെ മോട്ടോർ വാഹനങ്ങളുടെ ഹോണിൻ്റെ ശബ്ദ തീവ്രത എത്രയാണ്? 80 ഡെസിബലാണ്. 80 ഡെസിബലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇടിമിന്നലിൻ്റെ ഒരു ശബ്ദ തീവ്രത എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 110 ഡെസിബലൊക്കെ. അതുപോലെ തന്നെ വിമാനത്തിൻ്റെയൊക്കെ ഇടിമിന്നൽ വിമാനമൊക്കെ 110 ഡെസിബലൊക്കെയാണ്. അതുപോലെ ജെറ്റ് വിമാനത്തിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡെസിബലാണ്. റോക്കറ്റിൻ്റെ ശബ്ദ തീവ്രത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 170 ഡെസിബലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ശബ്ദ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഡെസിബൽ. അതുപോലെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയിരിക്കുന്നത് ആരാണ്? ജമ്മു കാശ്മീർ കർണാടകയെ പരാജയപ്പെടുത്തിയാണ് രഞ്ജി ട്രോഫി കിരീടം കരസ്ഥമാക്കിയത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്ത് വെച്ചാൽ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ ഇത് കൂടുതൽ പ്രയോജനപ്രദമാണ്.